കഴിഞ്ഞ ദിവസം 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ വെടിവെപ്പിൽ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തിയായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ അതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ഡോക്ടർ അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹി ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇന്ത്യയുമായി ഞങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടെന്നും സുഹൃത്ത് രാജ്യമാണെന്നും 5000 വർഷത്തെ പാരമ്പര്യമാണ് ഇന്ത്യക്കും ഇറാനും ഇടയിൽ ഉള്ളതെന്നും കൂടി അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ സൈന്യത്തിന്റെ ഇടയ്ക്ക് ഏകോപനത്തിൽ വന്ന പിഴവായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യൻ കപ്പലിൽ നേർക്ക് നടന്ന ആക്രമണം എന്നാണ് ഇലാഹി പറയുന്നത്. എന്നാൽ ഇറാന്റെ സൈന്യവും അവിടുത്തെ ഭരണകൂടവും 2 തട്ടിലാണെന്നും 2 പേരും 2 വഴിക്കാണെന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ കൂടുതൽ പ്രചാരണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ ഒരു കൺട്രോൾ ഇല്ല എന്നും IRGC, അതായത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അവരുടെ ഇഷ്ടത്തിലാണ് പലയിടത്തും പ്രവർത്തിക്കുന്നതെന്നുമുള്ള വാർത്തകൾ വരുന്നു. ഏതായാലും മനഃപൂർവ്വമാണോ അല്ലയോ ഈ വെടിവെപ്പ് നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇറാനും വലിയ വ്യക്തതയില്ല. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നിയമപരമായിട്ട് ഈ നമുക്ക് അവിടുത്തെ വിദേശകാര്യമന്ത്രിയോ ഇല്ലെങ്കിൽ ഇറാന്റെ സ്ഥാനപതിയോ ഒക്കെ വിളിച്ച് പറയാൻ മാത്രമേ കഴിയൂ. കാരണം ഈ യമനിലും മറ്റുമൊക്കെ കാണുന്ന സ്ഥിതിയിലേക്ക് ഇറാൻ മാറിയോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം അവിടെയൊക്കെ വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടമില്ല. സൈന്യത്തിൻ്റെതായ രീതിയിൽ പോകും. സൈന്യത്തിൽ തന്നെയുള്ള വിവിധ ഗ്രൂപ്പുകൾ മറ്റൊരു രീതികളിലേക്ക് പോകും. അത്തരത്തിലേക്ക് ഇറാൻ മാറിയോ എന്നറിയില്ല. ഏതായാലും ഇലാഹി പറയുന്നത് അങ്ങനെയല്ല. ചില സന്ദർഭങ്ങളിൽ അവിടെ സൈന്യത്തിന്റെ ഏകോപനം ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി പറ്റുന്ന ചില അബദ്ധങ്ങൾ എന്ന രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം കുവൈറ്റിൽ അമേരിക്കയുടെ വിമാനം തന്നെ വെടിവെച്ചിടുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. സൗഹൃദ വെടിവെപ്പ് എന്നൊക്കെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും അതിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരേണ്ടതായിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.